സ്റ്റേജിൽ പോയാൽ കൊണ്ടാക്കട്ടെ. അവർക്ക് എന്താണ് റിമാർക്ക് പറഞ്ഞുകൂടാ? ചോദിച്ചപ്പോ വായിലെന്താ പഴമായിരുന്നു? ഇങ്ങനൊന്നും ആവരുത്. പിള്ളേരെ നോക്കിക്കണ്ട് കളിക്കുന്ന രീതിയാണ് കൊടുക്കാൻ. ഇത്രയും കൊച്ചുങ്ങൾ കഷ്ടപ്പെട്ട് കളിച്ചെടുത്തതിന് വിളിച്ചു കൊണ്ടാ മാത്രമേ ഇവർക്കൊക്കെ അറിയത്തുള്ളൂ. അല്ലാതെ റിമാർക്ക് പറയാൻ വാ പൊങ്ങത്തില്ല. ഞങ്ങൾ എന്താ തെറ്റാ കാണിച്ച് ഞങ്ങൾക്ക് ഇപ്പൊ അറിയണം. തെറ്റ് ചൂണ്ടിക്കാണിക്കുക. ഒരു തെറ്റ് കുഞ്ഞുങ്ങൾ കളിച്ചിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇവര് 4 മാസം ക്ലാസ് കഷ്ടപ്പെട്ട് തന്നെ വരുന്നത്. അത് ഇവർക്കൊന്നും ആവുന്നില്ല. അയ്യോ ജഡ്ജസ് അവർക്ക് എന്താണ് റിമാർക്ക് പറഞ്ഞുകൂടാ? അതൊന്നും പറ്റത്തില്ലല്ലോ. റിമാർക്ക് എന്താ പറയാത്തെ? റിമാർക്ക് ഉണ്ടെങ്കിൽ ആ റിമാർക്ക് ഇവിടെ പറയണം. എന്താ അപ്പൊ ചോദിച്ചപ്പോ വായിലെന്താ പഴമായിരുന്നു? ഇവിടെമാരെ പൈസക്ക് പ്രൈസ് ഉണ്ട്. എന്തു പിന്നെ ഇവിടെ കലോത്സവം ഉണ്ടാക്കുന്നത് സ്റ്റേജിൽ പോയാൽ കൊണ്ടാക്കട്ടെ. ഇതിപ്പോ ഈ സമ്മാനത്തിൽ പണം കൊടുത്ത് ക്ലാസ് കളഞ്ഞിട്ട് അവരൊക്കെ +2 പഠിക്കുന്ന പിള്ളേരാണ്. ഈ പറഞ്ഞ ക്ലാസ് കളഞ്ഞ് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഐറ്റം ഇത്രയും എത്തിച്ചത് പോലും. രാവെന്ന് പകൽന്നാണ് പ്രാക്ടീസ്. ഒരു പ്രൈസിനുള്ള റീമാർക്ക് എന്താണെന്ന് വെച്ചാൽ അവർ പറയാഞ്ഞത് എന്താണെന്ന് മാത്രമേ ഉള്ളൂ. ഈ ചെസ് നമ്പറിന്റെ റീമാർക്ക് എന്താണെന്ന് എനിക്കൊന്ന് അറിയണം എന്നുണ്ടായിരുന്നു. അതുപോലും ഒളിച്ചും പാത്തുമില്ലേ പോയെ. എന്തൊക്കെയായാലും ഇത് എവിടെ കൊണ്ടുവച്ച് തീരാൻ പോകുന്നില്ല. ഈ കാണിക്കുന്നതല്ല നടപടിയെ മുന്നോട്ട് പോവുക. ഒന്നും നമ്മളൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്താ വെച്ചാൽ അവരും കൂടെ ഒക്കെ ആലോചിച്ചിട്ട് തീരുമാനിക്കാം. പക്ഷെ സങ്കടം ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. കഷ്ടപ്പാടിന്റെ വിലയായിരുന്നു അത്. പ്രതീക്ഷ ഉണ്ടായത് പ്രൈസ് കിട്ടും എന്നുള്ളത്. ആ പ്രതീക്ഷയാണ് നമ്മളിവിടെ നിന്നത് പോലും. ഈ പറഞ്ഞ കാണികൾ പറയട്ടെ പ്രൈസിനുള്ള അർഹത ഉണ്ടോ ഇല്ലയോ എന്ന്. കണ്ടവർ മൊത്തം പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രൈസ് കിട്ടുള്ളത് തീർച്ചയായിട്ടും റീമാർക്ക് പറയണമല്ലോ. എന്തുകൊണ്ട് ഒരു പ്രൈസ് കൊടുത്തില്ല? ഒരു പ്രൈസിനുള്ള അർഹതയുണ്ട്. തേർഡ് കൊടുത്തവരെക്കാട്ടിയും കണ്ടോ, തേർഡ് കിട്ടിയവരെക്കാട്ടിയും കളിച്ച് അർഹതപ്പെട്ട കൊച്ചുകളെ ലാസ്റ്റിലാണ് കളിച്ചത്. എന്റെ കുട്ടികൾക്കാണ് പ്രൈസിനുള്ള അർഹത. കുഞ്ഞുങ്ങൾ കളിച്ചത് ഞങ്ങൾ പോകുന്നിടത്ത് എല്ലാം ഞങ്ങൾ പോകും. ഒരു റീമാർക്ക് പോലും എഴുതി മുദ്ര കുത്താതെടുത്ത് എന്റെ കുട്ടികൾക്ക് കൊടുക്കാതെ